എന്നൊക്കെ ഞാനൊരു കാര്യം വലിയ വലിയ പ്ലാനൊക്കെ ആയിട്ട് എഴുതി ചെയ്തിട്ടുണ്ടോ? അന്നൊന്നും അതെവിടെ എത്തിയിട്ടില്ല. അതിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് എൻ്റെ റൂം മേക്ക് ഓവർ പ്രോജക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഞാൻ അതിൻ്റെ മേലെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ അതെവിടെ എത്തിയതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇപ്രാവശ്യം എന്താണെങ്കിലും എൻ്റെ റൂം മേക്ക് ഓവർ സീരിയസ് ആയിട്ട് ഞാൻ ഏറ്റെടുത്ത് നോക്കിയത്. ഇതുവരെ സീരിയസ് അല്ലെന്ന് ചോദിച്ചാൽ സീരിയസ് ആയിരുന്നു, പക്ഷെ എപ്പോഴൊക്കെ അത് ബ്രേക്ക് ആയിപ്പോയി. അപ്പോൾ ഇനി അങ്ങോട്ട് ബ്രേക്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ എൻ്റെ റൂം മേക്ക് ഓവർ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഞാൻ ചെറുതായിട്ട് വളരെ ചെറിയ സ്റ്റെപ്പ് ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചെറിയൊരു സ്റ്റെപ്പാണെങ്കിലും അതിൻ്റെ റിസൾട്ട് ഭയങ്കര കേട്ടോ. ഏത് റൂമിന് കോർണർ വാൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടാവാത്തൊരു റൂം ആവില്ലല്ലോ. അപ്പോൾ എൻ്റെ റൂമിലും ഉണ്ട് ചെറിയൊരു കോർണർ വാൾ. ആ ഒരു കോർണർ വാളിൽ കംപ്ലീറ്റ് ഒരു ഇന്ത്യൻ ടച്ച് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ വരുന്ന ഏതെങ്കിലും ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് ഒക്കെ വലിയ വലിയ രാജാരവിവർമ്മയുടെ ചിത്രം അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടൊരു ഐഡിയയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്തിട്ട് ബൈ ഹാൻഡ് മെയ്ഡ് ഇട്ട് കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ കോർണർ വാൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് പ്ലാൻ. പിന്നെ ഉണ്ടായിരുന്നു ഒരു ഫ്രെയിം ചെയ്യണം എന്നായിരുന്നു. ഫ്രെയിം എനിക്ക് തോന്നുന്നു ഫ്രെയിമൊക്കെ എല്ലായിടത്തും എല്ലാ റൂമിലും വെക്കോർ ചെയ്യുമ്പോൾ ഒരു ഫ്രെയിം എന്തായാലും വെക്കും. അപ്പോൾ ഞാനങ്ങനെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ ടച്ച് വരുന്ന എന്തെങ്കിലും സംഭവം വേണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഫോട്ടോ ഇൻ ദ സെൻസ് ഒരു വാൾപേപ്പറാണെന്ന് തോന്നുന്നു അത്. അങ്ങനെ ആ വാൾപേപ്പർ ഞാനൊരു ഫ്രെയിം ആക്കി. ആക്ച്വലി ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഹിന്ദി തമിഴ് ടച്ചാണ്. ഹിന്ദി തമിഴ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു ഇതുവരെ ഒഴിവാക്കാത്ത ഒരു സംഭവമാണ് കോലം എഴുതുക എന്നൊക്കെ പറയില്ല. അല്ലെങ്കിൽ അവർ നേരം വെളുത്താൽ അപ്പോൾ ചെയ്യുന്ന കാര്യം കോലം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോലം അവരുടെ വലിയൊരു കൾച്ചറാണ്. അതുപോലെ ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത് കോലം എന്ന് എഴുതിയത് ഹിന്ദിയിലാണ്, മാത്രം ലെറ്റേഴ്സ് ഹിന്ദിയിലാണ്. എനിക്ക് ആ ഒരു പിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫ്രെയിം ആക്കി. അപ്പോൾ ആ ഒരു ഫ്രെയിം മേക്ക് ചെയ്യുന്നതിൻ്റെ ലോങ് വീഡിയോയിലോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഐ എം പൂജ ഓൺ യൂട്യൂബ്. എനിക്ക് ഫ്രെയിം ചെയ്യാൻ അധികം എഫേർട്ട് ഒന്നും ഇടേണ്ടി വന്നിട്ടില്ല. കാരണം ഈ ഒരു ബോക്സ് എൻ്റെ കസിൻ്റെ ബേബിയുടെ എന്തോ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഡ്രസ്സസ് ഒക്കെ വാങ്ങി കൊണ്ടുപോയിട്ടുള്ള ഒരു ബോക്സ് ആണിത്. അപ്പോൾ അത് കറക്റ്റ് ഒരു ഫ്രെയിമിൻ്റെ അതേ ഒരു രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതുപോലെ കുറച്ചും കൂടി ബോക്സസ് ഒക്കെ എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അതിന്നാണ് വാൾ പോസ്റ്റേഴ്സിനുള്ള ക്യാൻവാസസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന്. അതിന് ഓൾറെഡി ഒരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഇനി ഒരു കാർഡ്ബോർഡ് പീസും കൂടെ വേണം. ആക്ച്വലി ഇതിൻ്റെ മേലെയാണ് നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി തിക്നെസ് കൂടിയതായാൽ വളരെ നല്ലത്. എനിക്ക് കിട്ടിയത് ഒരു ഫുട്വെയറിൻ്റെ ബോക്സിൻ്റെ മേൽഭാഗമാണ്. അത് അത്ര വലിയ തിക്നെസ് ഇല്ല, തിന്നാണ്. അപ്പോൾ കുറച്ചുകൂടി തിക്നെസ് കൂടിയത് എടുക്കാൻ വേണ്ടി വളരെ വളരെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഒന്നുകിൽ കളർ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ പോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക. അതായത് കുറച്ചും കൂടെ ഒരു കോട്ടൺ ടൈപ്പ് വരുന്ന ഏതെങ്കിലും ക്ലോത്ത് എടുക്കുക. പശ തേച്ചാൽ ഒട്ടി നിൽക്കുന്ന ഒരു ക്ലോത്ത് എടുക്കുക. എന്നിട്ട് അത് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കളർ നമുക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ കളറിങ് അടിക്കണം എന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഇനിയിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അതായത് ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഉള്ളിൽ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് നോക്കിയാലും കുറച്ച് ഗ്യാപ്പ് വേണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം ഞാൻ ഉണ്ടാക്കുന്ന ഒരു പോപ്പ് ഫ്രെയിം പോലെയാണ്. അതായത് കുറച്ചും കൂടെ ഒരു 3D എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിനാണ് അത്രയും അളവ് കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത്. വേണമെങ്കിൽ ഇതിലും പണി കുറഞ്ഞൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അതിനകത്ത് ഇതേപോലെ എഴുതി വെച്ചാലും സംഭവം സെറ്റ് തന്നെയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കളർ ചൂസ് ചെയ്യുമ്പോൾ ഈവൻ ഇറ്റ്സ് എ ക്ലോത്ത് ഓർ പെയിന്റ് എന്താണെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന എന്താണോ അതെപ്പോഴും ഇങ്ങനത്തെ ഒരു കളർ ചൂസ് ചെയ്താൽ വളരെ നന്നാവും. ഒരു ബ്രിക്ക് കളർ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബ്രൗൺ, ഭയങ്കര ഡാർക്കായിട്ടുള്ള ബ്രൗൺ, അല്ലെങ്കിൽ ബർഗണ്ടി കളർ, ഡാർക്ക് റെഡ്, അങ്ങനത്തെ കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ വെരി 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 ബെറ്റർ. ഇനി അടുത്തത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഒരു ക്ലോത്ത് എടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കോൺ ഭാഗം കട്ട് ചെയ്യലോ, 4 ഭാഗത്തും കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ ഒട്ടിക്കുമ്പോൾ വലിച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മെയിൻ താരം ദ വേർഡ് കോലം, അതും കൂടെ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ പെയിന്റ് അടിക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പെയിന്റ് അടിക്കുന്ന സെൻസ് എല്ലാം കൂടെ വെച്ച് അടിക്കുന്ന പരിപാടിയില്ല. ആ ഒരു കോലം എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം.
ഇതിങ്ങനെ എഴുതി കഴിഞ്ഞപ്പോണ്ടല്ലോ എൻ്റെ സാറേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നേരിട്ട് കാണാൻ കേട്ടോ. ഭയങ്കര ഭയങ്കര ഭംഗിയാണ്. അതിന്റെ മേലെ ആ ഒരു വരയും കൂടെ വേണം, ഹിന്ദിക്ക് അങ്ങനെയാണല്ലോ. ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ ഈ ഒരു ഫ്രെയിം ആക്ച്വലി ഒരു പോപ്പ് ഫ്രെയിം ആണല്ലോ. അപ്പൊ അതിന്റെ അളവ് എടുത്തിട്ട് ആ ഒരേ അളവിൽ 4 ക്യൂബ്സ് ഉണ്ടാക്കുക. ഈ 4 ക്യൂബ്സും നമ്മുടെ ഈ ഒരു കാർഡ് ബോർഡിന്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഉള്ളോട്ടേക്ക് വെക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് അതിനുള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ എടുത്ത് കാണിക്കും, അത്രയേ ഉള്ളൂ. അളവെടുക്കുമ്പോൾ നമ്മുടെ ഫ്രെയിമിന്റെ ഒരളവ് കുറച്ചെടുക്കുക. ഇപ്പൊ എന്റെ ഫ്രെയിമിന്റെ അളവ് 4 സെന്റിമീറ്റർ ആണെന്ന് തോന്നുന്നു. അതിന്റെ 4 സെന്റിമീറ്റർ ആണ്. അതിന്റെ 3/2 അത്ര എടുത്തിട്ടുള്ളൂ. ഞാൻ അത്ര സെന്റിമീറ്റർ ഉള്ള 4 ക്യൂബ്സ് ഉണ്ടാക്കി അതിൽ വെച്ചു. ഇത്രയൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഒരു ഷോ ഓഫ് ഒക്കെ ആവാം അല്ലേ?